നമസ്കാരം. മിഡിൽ ഈസ്റ്റിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകളെന്ന് നോക്കാം. ചില റിപ്പോർട്ടുകൾ പറയുന്നത്, സ്പെഷ്യലി ജെറുസലേം പോസ്റ്റ് തുടങ്ങിയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നൊരു കാര്യമുണ്ട്. അതായത് ഇറാൻ ഇപ്പോൾ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസിൽ നേവൽ മൈനുകൾ സ്ഥാപിക്കുന്നു എന്ന രീതിയിലാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഇറാൻ്റെ കൈവശം ഏകദേശം 2000 തൊട്ട് ഏകദേശം 6000-ഓളം മൈനുകളുണ്ട്, അതായത് നേവൽ മൈനുകളുണ്ട് എന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. എന്നാൽ ഇപ്പോൾ ഇറാൻ അത്തരം മൈനുകളിൽ കുറച്ചു മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്നാണ് ഈ ഒരു റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു മുന്നറിയിപ്പായിട്ടും വിലയിരുത്തുന്നുണ്ട്. എന്നാൽ അമേരിക്ക ഇതിനോട് പ്രതികരിച്ചത്, സ്പെഷ്യലി യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ സെൻട്രൽ കമാൻഡ് ഇതിനോട് പ്രതികരിച്ചത്, തങ്ങൾ ഇറാൻ്റെ കപ്പലുകൾ, അതായത് സ്പെഷ്യലി ഇറാൻ്റെ മൈൻ ലയിങ് വെസലുകൾ 16ഓളം അത്തരം വെസലുകൾ ആക്രമിച്ചു എന്നാണ് ഇത്തരമൊരു വാർത്തയോട് ഇപ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സെൻട്രൽ കമാൻഡ് പ്രതികരിച്ചത്. അതായത് ഇത്തരം മൈനുകൾ സ്ഥാപിക്കുന്നതിനായിട്ടുള്ള വെസലുകളെ, ഏകദേശം 16ഓളം ഇത്തരം വെസലുകളെ തങ്ങൾ ഓൾറെഡി ആക്രമിച്ചു എന്നാണ് ഇപ്പോൾ അമേരിക്ക പറയുന്നത്. എന്നാൽ ഇറാൻ്റെ സ്മോൾ ബോട്ട് ഫ്ലീറ്റ് ഇപ്പോഴും വളരെയധികം ശക്തമാണ് എന്ന് തന്നെയാണ് ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നത്. അതായത് ഇറാൻ നാവികസേനയുടെ ഏകദേശം 80% മുതൽ 90% വരെ ഇപ്പോഴും പ്രവർത്തനക്ഷമമാണ്. അതായത് ചുരുക്കി പറഞ്ഞാൽ 100 കണക്കിന് മൈനുകൾ ഏതൊരു സാഹചര്യത്തിലും ഇറാന് പെട്ടെന്ന് തന്നെ അവിടെ സ്ഥാപിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഈ ഒരു റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ ഈ ഒരു പ്രദേശം, അതായത് സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസ് എന്ന് പറയുന്ന ഈ ഒരു പ്രദേശത്തു കൂടിയാണ് 20%-ഓളം എണ്ണ കടന്നു പോകുന്നത്. ലോകത്തുള്ള LPG ഗ്യാസിൻ്റെ 20% കടന്നു പോകുന്നതും ഈ ഒരു പ്രദേശത്തു കൂടിയാണ്. ഇതിലൂടെയുള്ള കപ്പലുകളുടെ സഞ്ചാരം അത് തടസ്സപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ അത് ലോക സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് വൻ തിരിച്ചടി തന്നെയായിരിക്കും. റിപ്പോർട്ടുകൾ പറയുന്നത്, യുദ്ധത്തിന് മുമ്പ് $71 ഉണ്ടായിരുന്ന എണ്ണവില ഇപ്പോൾ $94 ആയിട്ടുണ്ട് എന്നാണ്. മറ്റൊരു വാർത്ത വരുന്നത്, പശ്ചിമേഷ്യയിലെ അമേരിക്കയുടെ നിരവധി സൈനിക കേന്ദ്രങ്ങൾ തുടർച്ചയായിട്ടുള്ള ആക്രമണങ്ങളാണ് ഇപ്പോൾ നേരിടുന്നത്. ഫെബ്രുവരി 28 മുതൽ നിരവധി ഡ്രോണുകളും അതുപോലെ തന്നെ ഇത്തരം മിസൈലുകളും ഉപയോഗിച്ചുകൊണ്ട് നിരവധി അമേരിക്കൻ ബേസുകളാണ് ഇറാൻ ആക്രമിച്ചത്. റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഏകദേശം 17ഓളം അമേരിക്കൻ ബേസുകളാണ് ഇറാൻ ആക്രമിച്ചത്. അതിൽ തന്നെ പ്രധാനപ്പെട്ട ബേസുകളാണ് ഖത്തറിലുള്ള അൽ ഉബൈദ് എയർബേസ്. അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റിലെ തന്നെ ഏറ്റവും വലിയ എയർബേസുകളിൽ ഒന്നാണ് ഈ അൽ ഉബൈദ് എയർബേസ്. ഏകദേശം 10,000-ലധികം സൈനികരാണ് ഈ ഒരു എയർബേസിലുള്ളത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എത്ര കണ്ട് വലുതാണ് ഈ ഒരു എയർബേസ് എന്ന് പറയുന്നത്. മറ്റൊരു എയർബേസ് എന്ന് പറയുന്നത് അത് കുവൈറ്റിലുള്ള അലി അൽ സലാം എയർബേസ് ആണ്. ഈ ഒരു എയർബേസും ഇറാൻ ലക്ഷ്യമിട്ടതായിട്ട് റിപ്പോർട്ടുകൾ പറയുന്നു. ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള ഇത്തരം ആക്രമണത്തിൽ തീർച്ചയായിട്ടും അമേരിക്കയ്ക്ക് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത്തരം ആക്രമണങ്ങൾ, അതായത് ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണങ്ങൾ നേരിടുന്നതിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എയർ ഡിഫൻസ് സിസ്റ്റമാണ് ഥാഡ് എന്ന് പറയുന്നത്. ഇത്തരം ഥാഡ് എന്ന് പറയുന്ന ഈ ഒരു പ്രതിരോധ സംവിധാനങ്ങൾക്കും നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. അതായത് ബാലിസ്റ്റിക് മിസൈലുകൾ പോലെയുള്ള മിസൈലുകളെ വരെ തടഞ്ഞിടാൻ സാധിക്കുമെന്നാണ് ഇത്തരം സംവിധാനങ്ങൾ, അതായത് അമേരിക്കയുടെ ഥാഡ് സംവിധാനങ്ങളെക്കുറിച്ച് പൊതുവെ വിലയിരുത്തുന്നത്. എന്നാൽ അത്തരം ഥാഡ് പ്രതിരോധ സംവിധാനങ്ങൾക്ക് വരെ നഷ്ടം സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും അമേരിക്കയ്ക്ക് വലിയ രീതിയിലുള്ള ഒരു ആശങ്കയാണ് ഉണ്ടാക്കുന്നത്. മറ്റൊരു വാർത്ത, ഇറാൻ്റെ സുപ്രീം ലീഡറായിട്ടുള്ള, അതായത് പുതിയതായി തെരഞ്ഞെടുത്തിട്ടുള്ള സുപ്രീം ലീഡറായിട്ടുള്ള മുജ്തബ ഖമേനിയെ, അദ്ദേഹത്തെ തെരഞ്ഞെടുത്ത തീരുമാനത്തെ പിന്തുണച്ചുകൊണ്ട് ഇപ്പോൾ നോർത്ത് കൊറിയ രംഗത്ത് വരുന്നുണ്ട്. നോർത്ത് കൊറിയൻ വിദേശകാര്യ മന്ത്രാലയം പറയുന്നൊരു കാര്യമുണ്ട്, അതായത് ഇറാന് സ്വന്തം നേതാവിനെ തിരഞ്ഞെടുക്കാനായിട്ടുള്ള അധികാരമുണ്ട്. അതായത് ഇറാന് സപ്പോർട്ടുമായിട്ടാണ് ഇപ്പോൾ നോർത്ത് കൊറിയ രംഗത്ത് വരുന്നത്. ഇറാനെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങൾ നമ്മൾ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ റഷ്യ, ചൈന, നോർത്ത് കൊറിയ, ഇത്തരം രാജ്യങ്ങളെ അമേരിക്കയ്ക്കെതിരായ ഒരു ബ്ലോക്കായി തന്നെയാണ് ചില വിദഗ്ധർ കാണുന്നത്.